കോഴിക്കോട് പയ്യോളിയിൽ അച്ഛനും രണ്ടു മക്കളും മരിച്ച നിലയിൽ. 15ഉം 12ഉം വയസ്സുള്ള പെൺമക്കളെ വീട്ടിനുള്ളിലും അച്ഛനെ റെയിൽവേ ട്രാക്കിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയനിക്കാട് സ്വദേശി സുമേഷിനെയും മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷമുള്ളിൽ ചെന്നാണ് കുട്ടികൾ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സുമേഷിന്റെ ഭാര്യ 4 വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. കുട്ടികളുടെ മരണകാരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സുമേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുമേഷിന്റെ മരണവിവരം അറിയിക്കാൻ നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ പൂട്ടിയ നിലയിലായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ ഫാൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സമീപത്തുള്ള സുമേഷിന്റെ അനുജന്റെ വീട്ടിലെത്തി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്തായിരുന്ന സുമേഷ് ഭാര്യ മരിച്ച ശേഷം തിരിച്ചുപോയിരുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഇല്ലായിരുന്നെന്നും എന്താണ് മരണകാരണമെന്ന് അറിയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തവണ SSLC പരീക്ഷ എഴുതിയ 10ാം തരം വിദ്യാർത്ഥിനിയാണ് ഗോപിക. അനുജത്തി ജ്യോതിക 8ാം തരം വിദ്യാർത്ഥിനിയാണ്. ഫസ്റ്റ് വൺ ന്യൂസ്, കോഴിക്കോട്. ബോഡി ട്രെയിൻ ട്രാക്കിലായിരുന്നു. ഒരു സ്ത്രീയാണ് ആദ്യം കണ്ടത്. ഇങ്ങനെ ഒരു ട്രെയിൻ കണ്ടത്. പിന്നീടുള്ള അന്വേഷണത്തിൽ വീട്ടിൽ നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ മക്കൾ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തി. മൂത്ത മകള് SSLC വിദ്യാർത്ഥിനിയാണ്, മറ്റേ ഇളയക്കുട്ടി 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിനകത്തതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നു. 2 വർഷം മുമ്പാണ് കോവിഡ് ബാധിച്ച് അമ്മ മരണപ്പെട്ടത്. അതിൻ്റെ ഒരു പ്രയാസത്തിലായിരുന്നു ആ കുടുംബം. അമ്മ നഷ്ടപ്പെട്ട് 2 മക്കളും അച്ഛനും മാത്രമുള്ള ഒരു വീട്ടിൽ അതിൻ്റെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇതൊരു നാട്ടിനെ നടുക്കിയ ഒരു വല്ലാത്തൊരു അത്യാഹിതമാണ്. ഇവിടെ ജനങ്ങളൊക്കെ തടിച്ചുകൂടി ആ ഒരു പ്രയാസത്തിൽ നിൽക്കുകയാണ് കുടുംബം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ. പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജ്വല്ലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജ്വല്ലറി, പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ.